ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പം എൻ്റെ സ്ഥാനം രാഹുലിന് കൊടുക്കുകയാണെങ്കിൽ ഒഴിയാം എന്നുള്ളതാണ് പറയുന്നത്. ഷാഫി പറമ്പിൽ വടകരയിലോട്ട് മത്സരിക്കാൻ പോകുമ്പോൾ വെക്കുന്ന എഗ്രിമെന്റ് വടകരയിൽ ഞാൻ ചോദിച്ചാൽ പാലക്കാട് സീറ്റ് രാഹുലിന് കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഒരു പാർട്ടിക്കകത്ത് പറയുമാരെങ്കിലും ഇവർ റീൽസ് ഇട്ട് കളിക്കുകയും ബാക്കിയുള്ളത് ചെയ്യുകയും സാമൂഹ്യ ഉത്തരവാദിത്വം മറക്കുകയും ചെയ്യുമ്പം ഒരാൾ MLA ഒരാൾ MP അവരെ വണ്ടിക്ക് എണ്ണ അടിക്കുന്നത് ഇപ്പോൾ എൻ്റെ പൈസ അതിനകത്തുണ്ട്. രാഹുൽ കോടിയാണെന്നുള്ളത് അത്യാവശ്യം എല്ലാവർക്കും അറിയാം, എല്ലാ ആൾക്കാർക്കും അറിയാം. CPക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല, അത്യാവശ്യം എല്ലാവർക്കും അറിയാം. രാഹുലും ഷാഫി എൻ്റെ ഈ സ്റ്റോറി കേൾക്കുന്നുള്ളത് കുറച്ചാണ് എനിക്ക് ഉറപ്പുണ്ട്. അവരെ പിടിയാളുകളും കേൾക്കുമല്ലോ. പ്രതിപക്ഷ സംഘടനകളുടെ ദുർബലതയാണ് ഗവൺമെൻറ് മുതലെടുക്കുന്നത്. ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുക്കുന്നതിന് എത്രയൊക്കെ തമാശയായിട്ടൊക്കെ നമ്മൾ ട്രോളുന്നുണ്ടെങ്കിലും അതൊരു വലിയ മഹത്തായ കൃത്യമാണ്. 27ാമത്തെ വയസ്സിൽ രമേശ് ചെന്നിത്തല MLA ആക്കി, 29 വയസ്സിൽ മന്ത്രിയാക്കി, സ്വന്തം മോനേക്കാൾ കൂടുതൽ കരുണാകരൻ സ്നേഹിച്ച ഒരാളാണ്. ആദ്യത്തെ മകൻ എന്നാണെങ്കിൽ പറയാം. രാജൻഭായ് നമസ്കാരമുണ്ട്. നമസ്കാരം. യൂത്ത് കോൺഗ്രസിനെയും DYFഐയും തമ്മിലൊന്നും താരതമ്യപ്പെടുത്തേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി വാർഡ് ഇടിഞ്ഞു വീണ സംഭവം നമ്മൾ കണ്ടതാണോ? യൂത്ത് കോൺഗ്രസ് സമരവുമായി രംഗത്ത് വന്നു, കോൺഗ്രസ് പാർട്ടി സമരവുമായി രംഗത്ത് വന്നു, അഭിനന്ദിക്കുന്നു. പക്ഷേ DYFI അപ്പോഴും ഈ വാർഡ് ക്ലീനിങ് ഉൾപ്പെടെയുള്ള പരിപാടിയുമായിട്ട് രംഗത്ത് വരുന്നൊരു കാഴ്ചയാണ് കണ്ടത്. DYFI ഇപ്പോൾ സമരത്തിൽ എത്രത്തോളം എഫക്റ്റീവാണ് അവരുടെ സമരങ്ങൾ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കറിയില്ല. എങ്കിലും നമ്മൾ ഒരു താരതമ്യം, ഈ യൂത്ത് കോൺഗ്രസിനെയും DYFഐയും കൂടെ ഒരു താരതമ്യം പഠനം നടത്തുവാണെങ്കിൽ എന്തായിരിക്കും? യൂത്ത് കോൺഗ്രസിനെയും DYFഐയും മാത്രമല്ല, യൂത്ത് ലീഗിനെയും യുവമോർച്ചയും കൂടെ എല്ലാം ഉൾപ്പെടുത്താമെന്ന് എൻ്റെ അഭിപ്രായം. യുവജന സംഘടനകൾ എന്നുള്ള രീതി തന്നെയാവാം. ഒരു സമൂഹത്തിൻ്റെ കണ്ണാടിയാണ് യുവതലമുറ എന്ന് പറയുന്നത്. ആ സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് യുവജന സംഘടനകൾ, ആ സമൂഹത്തിലെ രോഷങ്ങൾ, വേദനകൾ, പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പിന്നെ സർഗാത്മകത എല്ലാം പ്രതിഫലിപ്പിക്കാനുള്ള കണ്ണാടിയാണ് യുവജന സംഘടനകൾ. ക്ഷുഭിത യുവനം എന്ന പ്രയോഗം പോലും നമ്മുടെ ഭാഷയ്ക്കകത്തുണ്ടായത് അതുകൊണ്ട് 70കളിലേക്ക് ഒരു കാലഘട്ടത്തിൽ. DYFI സമരത്തോട് എത്രത്തോളം ആക്റ്റീവാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, DYFIക്ക് സംസ്ഥാന സർക്കാരിനെതിരെ ഇവരെല്ലാം സ്വതന്ത്ര സംഘടനയാണെന്ന് പറയുമ്പോൾ ഒന്നും സ്വതന്ത്ര സംഘടനയല്ലല്ലോ. സ്വതന്ത്ര യുവജന പ്രസ്ഥാനം എന്നൊക്കെ പറഞ്ഞാലും എല്ലാം അത് പിന്നെ പാർട്ടി വിലാസം സംഘടനകളാണ്, അവർ ഭരണവിലാസം സംഘടനയാണ്. അതുകൊണ്ട് തന്നെ DYFIക്കും AYFനും സമരത്തിലേക്ക് പോകാൻ ബുദ്ധിമുട്ടുണ്ടാവും. ആലോചിക്കേണ്ടത് നേരെ തിരിച്ചാണ്. UDF അധികാരത്തിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ DYFI ഇപ്പം എങ്ങനെയായിരിക്കും കത്തുന്നത് എന്നുള്ള ഈ വിഷയത്തെ ഹാൻഡിൽ ചെയ്യുന്നത്. അവിടെയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. ഇവിടെ എനിക്ക് തോന്നുന്നത് വീണ്ടും പ്രതിപക്ഷ യുവജന സംഘടനയുടെ സ്ഥാനത്തേക്ക് ഉയർന്നു വരുന്നത് യുവമോർച്ചയാണ്. പിന്നെ യൂത്ത് കോൺഗ്രസിനേക്കാൾ കൂടുതൽ. അതേപോലെ യൂത്ത് ലീഗ്, അവർക്ക് ഫലപ്രദമായൊരു സംവിധാനമുണ്ട്. അവരും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ DYFI ഇവിടെ പിന്നെ ഹോസ്പിറ്റൽ ക്ലീനിങ്, വാർഡ് ക്ലീനിങ് എന്നൊക്കെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ ഈ ആശുപത്രിയിൽ പൊതിച്ചോറ് കൊടുക്കുന്നതിന് എത്രയൊക്കെ തമാശയായിട്ടൊക്കെ നമ്മൾ ട്രോളുന്നുണ്ടെങ്കിലും അതൊരു വലിയ മഹത്തായ കൃത്യമാണ്. കേരളത്തിൽ ഏറ്റവും അധികം രക്തദാനം നടത്തുന്ന സംഘടന DYFIയാണ്. മലപ്പുറം ജില്ലാ ഘടകമാണ് അതിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത്. അവിടെ പറയുമ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ശക്തിയൊന്നുമില്ല. കേരളത്തിൽ ഏറ്റവും അധികം രക്തദാനം നൽകുകയാണ്. ഇവരെന്താ ചെയ്യുന്നതെന്നുള്ളത് എനിക്കറിയില്ല. റീൽസ് ഇട്ട് കളിക്കാനേ നേരമുള്ളൂ. അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. യുവമോർച്ച സമരരംഗത്ത് വളരെ സജീവമായിട്ട് വരുന്നുണ്ട്. യൂത്ത് ലീഗിന് നല്ലൊരു സംവിധാനമുണ്ട്. യൂത്ത് ലീഗിനെന്ന് പറഞ്ഞാൽ അവർക്കൊരു പിന്നെ വൈറ്റ് ഗാർഡ് അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ, മുണ്ടക്കൈ ചൂരൽ, മലദുരന്തത്തിലും കവളപ്പാറ ദുരന്തത്തിലും ഒക്കെ അവർ ഫീൽഡിലാണ്. അവർ DYFI ഫീൽഡിലാണ്. അവർക്ക് അവരുടെ ടീഷർട്ട് ഇട്ടാണ് വരുന്നത്. യുവമോർച്ചക്കാർ അവർ സേവാഭാരതിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇവന്മാരെയൊന്നും എവിടെയും കണ്ടിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ. ഇപ്പം കാരണം എന്ന് വെച്ചാൽ ചെളിക്കകത്ത് ഇതിനകത്തൊക്കെ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇവരിനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഒരു പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് ഒരു പ്രതിപക്ഷ യുവജന സംഘടനയുടെ കത്തി നിൽക്കേണ്ട സമയത്ത് ബ്യൂട്ടി പാർലറിൽ പോയി ഇരിക്കുകയല്ല വേണ്ടേ, അതല്ല ചെയ്യേണ്ടത്. സമരമുഖത്തേക്ക് ഇറങ്ങണം. ഇവരെന്തെങ്കിലുമൊക്കെ സമരത്തിന് പോകും. ആ സമരത്തിന് പോകുമ്പം രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഷാഫി ആണെങ്കിലൊക്കെ ഒരു ഷോ ഓഫ് നടത്തിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് മീഡിയയുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അറ്റൻഷനൊക്കെ നടത്തി കുറച്ച് ഗോഷ്ടിയൊക്കെ കാണിച്ച് പരിപാടി കഴിച്ച് പിന്നെ അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരെ ഒന്ന് തല്ലുകൊള്ളിക്കാനുള്ള ഏർപ്പാടും കിട്ടും. എന്നിട്ട് പിന്നെ പോലീസിൻ്റെ നേരെ തട്ടിക്കയറുന്ന സീനുണ്ടാക്കും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോളോ അപ്പ് ഇല്ല. ഒരു സമരം എന്ന് പറഞ്ഞാൽ സമരം ഈ രാവിലെ തുടങ്ങി വൈകിട്ട് അവസാനിക്കുന്നതല്ല. സമരത്തിൽ ഉന്നയിച്ച ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് വരെയാണ് സമരം. അങ്ങനെയാണ്. ഇപ്പം ബസ് ചാർജ് വർധനയ്ക്കെതിരെയൊക്കെ പലപ്പോഴും DYFI SFI ഒക്കെ സമരം നടത്തിയിട്ടുണ്ട്. മന്ത്രിസഭയെ മുൾമുനയിൽ നിർത്തി അതിനകത്ത് പിന്നെ വിദ്യാർത്ഥികളുടെ കൺസെഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരെന്താണോ മുന്നോട്ട് വെച്ചത് അതിനകത്ത് പകുതിയെങ്കിലും വിജയം കണ്ടെത്തും. പരിപൂർണമായിട്ട് വിജയം കണ്ടെത്താൻ പറ്റത്തില്ല. ഇരുന്ന് ചർച്ച നടത്തും. മന്ത്രിമാർ അവരെ ചർച്ചയ്ക്ക് വിളിക്കാൻ നിർബന്ധിതരാകുന്ന സാഹചര്യത്തിലേക്ക് എത്തും. അത് വിദ്യാഭ്യാസ വകുപ്പാവട്ടെ വേറെ ഏതെങ്കിലും വകുപ്പാവട്ടെ ഒക്കെ ചർച്ചയ്ക്ക് യുവജന സംഘടനകളെ വിളിക്കാൻ നിർബന്ധിതരാകുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കുക. അങ്ങനെ സമ്മർദ്ദത്തിൽ പോലും ആക്കാൻ ഇവർക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ എവിടെ എത്തിയവർ? അതുകൊണ്ട് ഇവരെ ചർച്ചയ്ക്ക് പോലും വിളിക്കുന്നുണ്ടോ? മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അവർക്കറിയാം ഇവർ പൊടി തട്ടിക്കൊണ്ട് പിന്നെ ഒരു ദിവസം സമരം നടത്തിയിട്ട് അങ്ങ് പോകുന്നുള്ളത്. സമരത്തിന് ഫോളോ അപ്പ് ഉണ്ടാവില്ല എന്നുള്ള ധൈര്യത്തിലാണ് അവർ നിൽക്കുന്നത്. മറുഭാഗത്ത് ബാക്കിയുള്ളതൊക്കെ ഞാൻ പറയട്ടെ, കോൺഗ്രസിൻ്റെ തന്നെ വനിതാ വിഭാഗം വലിയ സ്ട്രോങ് ആണല്ലോ. മഹിളാ മോർച്ച കഴിഞ്ഞ ദിവസം നടത്തിയ സമരത്തിനകത്ത് എത്രയോ വീറോട് കൂടിയിട്ടാണ് നിന്നത്.
കല്ലെറിയാനും പിടിക്കാനൊന്നും അവർ പെണ്ണുങ്ങൾ പോകത്തുമില്ലല്ലോ. അപ്പോൾ ഈ കല്ലെറിയാൻ പോലും ഇത് ചാണ്ടിയുമ്മൻ തൊടുപുഴയിൽ പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് സമരം വളരെ ശക്തമായിരുന്നു അവിടെ. അതെ, ഞാൻ പറയുന്ന ഇതേപോലെയുള്ള ഓരോരുത്തർ ഇപ്പം ശബരി അതിനകത്തൊട്ടും മോശമില്ല. ശബരിനാഥ് നന്നായിട്ട് സമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കുകയും സന്ദീപ് വാര്യരുടെ സമരം, സന്ദീപ് വാര്യർ കോൺഗ്രസിലോട്ട് ഇന്നലെ വന്നതേ ഉള്ളൂ. എത്രയോ പിന്നെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം മലപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്ന റിയാസ് മുക്കോളിയൊക്കെ എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ആ സമരത്തിനകത്തൊരു വലിയ ആക്ടിവിസ്റ്റാണ്. ആ രീതിയിൽ കഴിഞ്ഞ തവണ പട്ടാമ്പിൽ മത്സരിച്ചിട്ടില്ല. അങ്ങനെ വലിയൊരു യുവനിരയുണ്ടെന്നേ. യൂത്ത് കോൺഗ്രസ്സിൽ ഇപ്പം പിന്നെ പറ്റിയെന്ന് വെച്ചാൽ അവരെ സംസ്ഥാന പ്രസിഡന്റായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് വരുന്നത്? വ്യാജ ഐഡിയ ഉണ്ടാക്കിയത് നമ്മൾ അറിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിനകത്ത് കള്ള വോട്ട് ചെയ്തെന്ന് പറയാറുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ പലയിടത്തും വെല്ലുവിളിക്കാറുണ്ട്. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ തെളിയിക്കും, നിങ്ങളുടെ പോലീസ് അല്ലേ എന്നൊക്കെ ചോദിച്ചാൽ പിണറായി വിജയനൊക്കെ വെല്ലുവിളിക്കാറുണ്ട്. വെല്ലുവിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇതിനെല്ലാം ഇതൊക്കെ ഒതുക്കാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തി വെക്കുമല്ലോ. തീർച്ചയായിട്ടും. കാരണം അബിൻ വർക്കി നിൽക്കാനും അറിയാം. അല്ല, ഇതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശരിക്ക് അബിൻ വർക്കിയാണ് ജയിക്കേണ്ടത്, സംസ്ഥാന പ്രസിഡന്റ് ആവേണ്ടത്. അബിൻ വർക്കിയെ തോൽപ്പിക്കാനാണല്ലോ ഇത് ചെയ്തിരിക്കുന്നത്. അബിൻ വർക്കിക്കകത്ത് പാർട്ടിക്കകത്ത് കിട്ടിക്കാണും. അബിൻ വർക്കിയാണ് ഇതിനകത്ത് കംപ്ലൈൻറ്റുമായിട്ട് മുന്നോട്ട് പോകേണ്ടതും ഇത് കേസുമായിട്ട് മുന്നോട്ട് പോകേണ്ടത്. പക്ഷേ അബിൻ വർക്കി പാർട്ടി പറഞ്ഞിട്ടുണ്ടാവും അതിൽ നിന്ന് പിൻവലിയാൻ പറഞ്ഞിട്ടുണ്ടാവും. അബിൻ വർക്കി മാന്യനായ രാഷ്ട്രീയക്കാരനാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ആദ്യ സമയത്തൊക്കെ ഒരുപാട് പരാതികളുമായിട്ട് യൂത്ത് കോൺഗ്രസ്സുകാർ പലരും രംഗത്ത് വന്നിരുന്നു. പല ജില്ലാ പ്രസിഡന്റുമാരുടെ തെരഞ്ഞെടുപ്പും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അത് വ്യാജ ഐഡി ഉപയോഗിച്ചിട്ടുള്ളതാണെന്നുള്ളൊരു ഇതൊക്കെ വന്നിരുന്നു. അല്ല, ഏതെങ്കിലും ലോകത്ത് എവിടെയെങ്കിലും ഉണ്ട് ഒരു സംഘടനയ്ക്കകത്ത് പിൻഗാമിയെ നിർദ്ദേശിക്കൽ? ലോകത്തുനിന്നല്ല, കേരളത്തിലെ പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ കേസിൻ്റെ ചരിത്രം എടുത്ത് നോക്കണം. ഒരെണ്ണ സമരമൊക്കെ നടത്തി വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് വിദ്യാർത്ഥി പ്രസ്ഥാനം, പിന്നെ KSU, അതേപോലെ തന്നെ യൂത്ത് കോൺഗ്രസും ഒക്കെ. ഇതിൻ്റെ ശരിതെറ്റുകളിലൊക്കെ പോട്ടെ, വിമോചന സമരത്തിൻ്റെ ശരിതെറ്റുകളുടെ അതിൻ്റെ മെറിറ്റിലേക്കൊന്നും നമ്മൾ പോകണ്ട. പക്ഷേ ഒരു സമര സംഘടന എന്ന രീതിയിലാണ് വരുന്നത്. ആ വന്നിട്ടുള്ള അതിൽ കൂടെ വളർന്നു വന്നവരാണ് AK ആന്റണിയും വയനാട് രവിയും ഉമ്മൻചാണ്ടിയും ഒക്കെ ഉൾപ്പെടെയുള്ളവർ. അവർ അങ്ങനെ വന്നിട്ടുള്ള ശുഭിത യൗവനം എന്ന രീതിയിൽ തന്നെ പൊതുവേ സൗമ്യനായ AK ആന്റണി, വളരെ മാന്യനായ ഉമ്മൻചാണ്ടി, വയനാട് രവി. പക്ഷെ അവർ പ്രക്ഷോഭകാരികളായിരുന്നു എന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടുന്നത്. സാധാരണ പ്രക്ഷോഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തിയും വടിയെല്ലാം കൈ പിടിച്ച് പോകുന്നതാണെന്നുള്ള തെറ്റിദ്ധാരണയുണ്ട് അവർക്ക്. അല്ലെങ്കിൽ കിടന്ന് ബാക്കിയുള്ളവരെ പള്ളു പറയുന്നതാണെന്നുള്ളത്. അങ്ങനെയൊന്നും അല്ലാതാണല്ലോ. അവരെല്ലാം മാന്യമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് ഏതൊക്കെ സ്ഥാനത്തെത്തി. വയലാർ രവി മാത്രമേ ഉള്ളൊരു മുഖ്യമന്ത്രിയാവാതെ പോയത്. എന്നാലും അദ്ദേഹം ദീർഘകാലം കേന്ദ്രമന്ത്രിയായി KPCC പ്രസിഡന്റായി. അവരുമായിട്ട് ഇവരെ താരതമ്യം ചെയ്യുമ്പോഴാണ് നമുക്ക് സങ്കടം തോന്നുന്നത്. വേണ്ട, വിഷ്ണുനാഥ് വരെയുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റുമാർക്കൊക്കെ ഒരു ഇതുണ്ടായിരുന്നു. വിഷ്ണുനാഥ്, സിദ്ദിഖ് വളരെ സജീവമായിട്ട് വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടേയിരുന്നു. KP അനിൽകുമാർ ഇപ്പോൾ പിന്നെ CPM-ൻ്റെ സഹയാത്രികനായിട്ട് നിൽക്കുന്ന ഒഡൈപെക്കിൻ്റെ ചെയർമാനായിട്ട് വന്നിട്ടുള്ള KP അനിൽകുമാർ പിന്നെ യൂത്ത് കോൺഗ്രസിലെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരെ ഈ കൂട്ടത്തിലിരുന്നിട്ട് കുത്തി പുള്ളിയെ പുകച്ചു കാണിച്ചതാണല്ലോ. വേറെ രക്ഷയില്ലാത്തതുകൊണ്ടാണ്. കഴിവുള്ള ആളല്ലേ, നിയമസഭയിലെത്താൻ യോഗ്യനല്ലേ, ആ കൊയിലാണ്ടിലൊക്കെ നിർത്തി ജയിപ്പിക്കേണ്ടതല്ലേ. അത് നിർത്താതെ വന്നപ്പോഴാണ് പുള്ളി വിട്ടുപോയത്. വന്നിട്ടുള്ള ഓരോരുത്തരെയും അതിനകത്ത് പിന്നെയും കുറച്ച് അത്ര അഗ്രസീവായിട്ട് പോകാതിരുന്നത് പന്തളം സുധാകരൻ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ ആരാ മോശമല്ലേ, ഒരാളെ പോലും നമുക്ക് തള്ളി പറയാൻ പറ്റത്തില്ല. പന്തളം സുധാകരനെ കൊണ്ടുവന്നതിന് പിന്നിൽ കരുണാകരന്റെ അപാരമായ ഒരു ബുദ്ധി ഉണ്ടായിരുന്നു. അതെ അതെ അതെ. ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റാക്കി കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കരുണാകരന്റെ വളരെ വലിയൊരു ദീർഘവീക്ഷണമാണ്. കരുണാകരനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആലോചിക്കേണ്ട കാര്യം, കരുണാകരനാണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും കരുണാകരന് വേണ്ടിയിട്ട് അന്ന് കൂടെ നിന്നിരുന്ന വലങ്കയായിട്ട് നിന്ന ആളുകൾ, അതേപോലെ ഉമ്മൻചാണ്ടിയുടെ കൂടെ പിന്നെ PT തോമസ്, ബെന്നി ബഹനാൻ, ആര്യാടൻ മുഹമ്മദ്, തിരുവഞ്ചൂർ തുടങ്ങിയിട്ടുള്ള ആൾക്കാർ ഇവർ പുതുതലമുറയെ വളർത്തിയെടുക്കുന്നതിൽ 27ാമത്തെ വയസ്സിൽ രമേശ് ചെന്നിത്തല MLA ആക്കി, 29 വയസ്സിൽ മന്ത്രിയാക്കി. സ്വന്തം മോനേക്കാൾ കൂടുതൽ കരുണാകരൻ സ്നേഹിച്ച ഒരാളാണ്. ആദ്യത്തെ മകൻ എന്ന് വേണമെങ്കിൽ പറയാം രമേശ് ചെന്നിത്തലയെ, മോനെപ്പോലെ കൊണ്ടുകിടന്നേ. അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണ്. അപ്പം കരുണാകരൻ എന്നെന്തെങ്കിലും ഇവന്മാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യുന്നത്? ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം ഒഴിയുമ്പം എൻ്റെ സ്ഥാനം രാഹുലിന് കൊടുക്കുകയാണെങ്കിൽ ഒഴിയാം എന്നുള്ളതാണ് പറയുന്നത്. രാഹുലിന് കൊടുക്കണം. ഷാഫി പറമ്പിൽ വടകരയിലോട്ട് മത്സരിക്കാൻ പോകുമ്പം വെക്കുന്ന എഗ്രിമെൻറ്റ് വടകരയിൽ ഞാൻ ജയിച്ചാൽ പാലക്കാട് സീറ്റ് രാഹുലിന് കൊടുക്കണം. ഇങ്ങനെയൊക്കെ ഒരു പാർട്ടിക്കകത്ത് പറയുക ആരെങ്കിലും ആലോചിച്ച് നോക്ക്. അതിൽ നിന്ന് കൊടുക്കുക ഈ പാർട്ടി. അവരുടെ രണ്ടുപേരുടെ മുമ്പിൽ ഷാഫി പറമ്പലിൻ്റെ കയ്യിലേക്ക് ഈ പാർട്ടിയെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് മുതിർന്ന നേതാക്കന്മാർ ശ്രദ്ധിക്കേണ്ട. മുരളീധരൻ പറഞ്ഞോ? വട്ടിയൂർക്കാവിൽ നിന്ന് വരുമ്പോൾ മുരളീധരൻ പറഞ്ഞിട്ടില്ലോ എനിക്ക് ശേഷം ഞാൻ പറയുന്നത് സ്ഥാനാർത്ഥി നടത്തണമെന്ന് പറഞ്ഞിട്ടില്ല. മുരളീധരനുണ്ട്, അതേപോലെ തന്നെ സുധാകരൻ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല, VD സതീശൻ, ഇവരെല്ലാം KC വേണുഗോപാൽ, ഇവർ ശ്രദ്ധിക്കണം ഈ കാര്യം. കാരണം ഇവർ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കും. യൂത്ത് കോൺഗ്രസിനെ ക്രിയാത്മകമാക്കി നിർത്തുന്നതിലല്ല ഇവരുടെ താല്പര്യം. ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് പാർലമെന്ററി രംഗത്തേക്കുള്ള താല്പര്യം സ്വന്തമായ ഒരു ഫാൻസ് അസോസിയേഷൻ ആക്കിയിട്ട് യൂത്ത് കോൺഗ്രസിലെ ഒരു വിഭാഗത്തെ കൂട്ടിയിട്ട് അങ്ങനെ പോകുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. പാർട്ടിയല്ല അവർക്ക് വലുത്. അവരുടെ ഇമേജ് പിന്നെ ബിൽഡിങ് മാത്രമാണ് അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയും, രക്തദാനമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, സാമൂഹിക വിഷയങ്ങളെങ്കിലും ഏറ്റെടുക്കട്ടെ. സമരം മാത്രം പോട്ടെ. വീട് കൊടുക്കുന്നത് വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിനകത്ത് വീട് കൊടുക്കുമ്പം 30 വീടാണ് DYFI പ്രഖ്യാപിച്ചത്. 100 വീടാണ്. 100 വീടിൻ്റെ പൈസ മുഖ്യമന്ത്രിയുടെ അടുത്ത് കൈമാറി. അവർക്ക് ഫണ്ട് റേസിങ് നടന്നു. യൂത്ത് ലീഗ് കോൺഗ്രസിനോടും ആകെയുള്ള മലപ്പുറം ജില്ലയിലെ കാര്യമായിട്ടുള്ളൂ. പിന്നെ കോഴിക്കോട് ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും പിന്നെ പാലക്കാട് ജില്ലയിലും ആകെ അവർക്കൊരു സീറ്റേ ഉള്ളൂ. അവിടെ കിടക്കുന്ന പിന്നെ ചെതറി കിടക്കുന്നു. ബാക്കി മലപ്പുറം ജില്ലയിലേ ഉള്ളൂ.
ആ യൂത്ത് ലീഗ് വീടിൻ്റെ പരിപാടി സ്ഥലം എടുത്ത് ബാക്കിയുള്ള പണികൾ തുടങ്ങിക്കൊണ്ടിരിക്കുക. പിന്നെ അവർക്ക് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റി. യൂത്ത് ലീഗിൻ്റെ അവരുടെ വോളണ്ടിയേഴ്സ് സജീവമായിട്ട് അവർ ജീവകാരുണ്യ പ്രവർത്തനത്തിൻ്റെ ബാക്കിയുള്ളിലൊക്കെ സംഘടനയുണ്ട് അവർക്ക് എവിടെയൊക്കെ ലീഗുണ്ടോ അവിടെയൊക്കെ യൂത്ത് ലീഗിന് സംഘടനയുണ്ട്, വോളണ്ടിയേഴ്സ് ഉണ്ട്. ഇപ്പം നിലമ്പൂർ ബൈ ഇലക്ഷനിൽ ലീഗിൻ്റെ ആൾക്കാരെന്ന് പറഞ്ഞ് പോയി അവിടെ നിന്ന് റൂം എടുക്കാൻ സ്ഥലം കിട്ടാത്തതുകൊണ്ട് അവിടെ ദിവസവും ഇവിടുന്ന് എണ്ണയടിച്ച് പോയിട്ട് പണിയെടുത്ത് മുഴുവൻ യൂത്ത് ലീഗുകാരാണ്. യൂത്ത് ലീഗിൻ്റെ ചെറുപ്പക്കാരവിടെ പോയിട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ട് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്ന് പറയുന്നത്. കോണി ചിഹ്നത്തിലല്ല. കോണിയാണെങ്കിൽ സ്വർഗത്തിൽ പോകാനുള്ളതാണെന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്താന്ന് പറയാം. ഇങ്ങനെയാണ് യുവമോർച്ച എല്ലാ സ്ഥലത്തും ഓരോ കാര്യങ്ങൾക്കൊക്കെ ഇടപെടുന്നത്. അവർ പിന്നെ ചാരിറ്റിയിലേക്ക് വരുമ്പോൾ സേവാഭാരതിയുടെ ഭാഗമായിട്ട് വരുന്നത്. DYFI സ്വന്തം നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. സമൂഹത്തിൽ ഏറ്റവും ഉത്തരവാദിത്തമുള്ളത് യുവതലമുറയ്ക്കാണ്. ഏറ്റവും എനർജറ്റിക് ആയിട്ടുള്ള പ്രായം അതാ. പിണറായി വിജയനോ അല്ലെങ്കിൽ പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനോ രമേശ് ചെന്നിത്തലയ്ക്കോ പോയിട്ട് തൂമ്പ എടുത്ത് മണ്ണിനകത്ത് മൃതശരീരം തരയാനുള്ള പണിക്ക് പോകാൻ പറ്റില്ല. അവർക്ക് ഇത്തരം കാര്യങ്ങൾക്കകത്ത് പോകാൻ പറ്റില്ല. ഇവരല്ലേ ചെയ്യണ്ടേ? അവർക്ക് ഇതേപോലെ നിന്നിട്ടുള്ള എല്ലാ സമരത്തിനകത്തും നിൽക്കാൻ പറ്റില്ല, ഉദ്ഘാടനം ചെയ്യാനേ പറ്റുള്ളൂ. പ്രായത്തിൻ്റെതായ ചില പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അവരെ ചെറുപ്പകാലത്ത് അവർ പ്രക്ഷോഭകാരികളായിരുന്നു. അവരങ്ങനെ പ്രക്ഷോഭത്തോടെ കടന്നു വന്നാൽ ഇവന്മാരെന്താണെന്ന് വെച്ചാൽ ഷർട്ട് ചുളിയാതെ മേലനങ്ങാതെ നൂലിക്കെട്ടി ഇറങ്ങി വന്നതിൻ്റെ ഇങ്ങനെ പിന്നെ ചില കുഴപ്പങ്ങളുണ്ട് ഇവർക്ക്. അതങ്ങനെ ഇത്രയും വലിയൊരു ഫാൻ ബേസ് ഉണ്ടാക്കി കേരളത്തിൽ. ഇവർ ഫാൻ ബേസ് ഉണ്ടാക്കിയത് ഇവരുടെ PR വർക്കിലൂടെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ ഒരു അനുഭവം പറഞ്ഞുതരാം. അപ്പോൾ അവർ റിജിൽ മാർക്കറ്റിയൊക്കെ നമ്മൾ കുറേ പറഞ്ഞിട്ടുണ്ടെങ്കിലും സത്യം പറഞ്ഞിട്ട് റിജിൽ മാർക്കറ്റിയും നന്നായിട്ട് സമരങ്ങളിൽ ഇടപെട്ടിരുന്നു. പിന്നെ എൻ്റെ അനുഭവം പറഞ്ഞുതരാം. കഴിഞ്ഞ ദിവസം ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ഇരുന്നിട്ട് ആരുടെ കൂടെ ഇരുന്നതെന്ന് എനിക്ക് സിബിയുടെ കൂടെ തന്നെയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മൾ ഇവരെ റീൽസ് ഇട്ട് കളിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള സ്റ്റോറി ചെയ്തായിരുന്നല്ലോ, ചർച്ച നടത്തി. ഈ ചർച്ച നടത്തി കഴിഞ്ഞപ്പോൾ ഇവർ പേഴ്സണലായിട്ട് എടുക്കുക. ഇവർ പേഴ്സണലായിട്ട് എടുത്തിട്ട് ഇന്നലെ ഇപ്പോൾ അവർ ഇട്ടേക്കുന്നൊരു സാധനമുണ്ട്. അവരുടെ അതായത് ഈ ഷാഫിയുടെയും പിന്നെ മാങ്കൂട്ടത്തിൻ്റെയും കൂടെ അവരുടെ ബിസിനസ് പങ്കാളിയായിട്ടുള്ള ഒരാളുണ്ട്. ഞാൻ അതൊന്ന് സാധനം ഒന്ന് എടുക്കാം. അതായത് അതിനകത്ത് ഒരു വളരെ മോശമായിട്ടുള്ള രീതിയിൽ പിന്നെ പറയുകയാണ്. ഒരു ലിജോ ജോസ് എന്ന് പറഞ്ഞ ഒരുത്തനാ. ഇവരുടെ ബിസിനസ് പങ്കാളി കൂടി ആണെന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ചില വിവരങ്ങൾ. ഞാൻ കൺഫേം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ കൺഫേം ചെയ്യും. കാരണം നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവരെ വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങൾക്കകത്ത് അവർ രാഷ്ട്രീയ നേതാക്കന്മാർ മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും പറയത്തില്ല. ഇവർ റീൽസ് ഇട്ട് കളിക്കുകയും ബാക്കിയുള്ളത് ചെയ്യുകയും സാമൂഹിക ഉത്തരവാദിത്വം മറക്കുകയും ചെയ്യുമ്പം ഒരാൾ MLA ഒരാൾ MP അവരെ വണ്ടിക്ക് എണ്ണ അടിക്കുന്നത് എൻ്റെയും പിന്നെ ഒക്കെ എൻ്റെയും പൈസ അതിനകത്തുണ്ട്. അവരെ സ്റ്റാഫിന് എൻ്റെ പൈസയുണ്ട്. അവർ പിന്നെ അനുഭവിക്കുന്ന ബാക്കിയുള്ള സൗകര്യങ്ങൾക്ക് എൻ്റെ പൈസയുണ്ട്. അതിൽ നിന്ന് കൂടി അവർക്ക് ശമ്പളം കിട്ടുന്നത്. അതുകൊണ്ടാണ് എന്നെക്കുറിച്ച് പറയുകയാണ്. പിന്നെ ഇങ്ങനെ ഈ താടിയുള്ള ചങ്ങായി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ആധികാരികത സ്മരിക്കുന്ന വാക്കിൽ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനകത്ത് എഴുതിയിരിക്കുകയാണ്. രാവിലെ ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയാം. ഇവൻ അടുത്ത വീടുകളിൽ നിന്ന് വീടിന് പുറത്ത് അലക്കിയിട്ട സ്ത്രീകളുടെ അടിവസ്ത്രം അടിച്ചുകൊണ്ട് പോയതിന് നാട്ടുകാർ പഞ്ഞിക്കിട്ടിട്ടുണ്ട്. കേൾക്കുന്നൊരു ചിലപ്പോൾ കരുതത്തില്ലേ സത്യമാണ്. ഈ ലിജോ ജോസ് എന്ന് പറയുന്നത് ഇവരുടെ പിന്നെ വലങ്കൈ എന്ന് പറഞ്ഞാൽ ഇവന്മാരെ വലങ്കയാണ്. കൂട്ടത്തിൽ ബിസിനസ് താല്പര്യം ഉണ്ടെന്നുള്ളത് പറഞ്ഞു. എനിക്ക് പിന്നെ ദേഷ്യം വന്നപ്പോൾ ഞാൻ അതിനകത്ത് കമൻറ്റ് ഇട്ടു. കുറച്ച് ഓവറായ കമൻറ്റാണ്. ഞാൻ പറഞ്ഞു ശരിയാണ്, പിന്നെ പ്രിയങ്ക ഗാന്ധിയുടെ അടിവസ്ത്രം ഞാൻ പിന്നെ മോഷ്ടിച്ചതല്ല, അവരെനിക്ക് തന്നതാണ്. തിരിച്ച് എൻ്റെത് ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ അതും കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ കമൻറ്റ് ഇട്ടു. കാരണം പ്രകോപിപ്പിച്ചിട്ടാണ്. തറയാവാൻ നിന്ന് നമ്മൾ തറയാവും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. ഇവർ വ്യക്തിപരമായിട്ടുള്ള അറ്റാക്ക് ചെയ്യുമ്പം രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ഞാൻ ഷാഫി അടുത്തല്ല സംസാരിച്ചിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഒരു വിഷയത്തിൽ പറഞ്ഞപ്പോൾ ഇവർ പറയുന്നത് ഇപ്പം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇതിന് തന്നെ അവർ പ്രചരിപ്പിച്ച വേറെ സാധനം പെയ്ഡാണ്, പൈസ മേടിച്ച് അവർക്കെതിരെ ചെയ്തു. അപ്പം ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ വടകര ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ട വടകര മണ്ഡലമായിട്ട് ഷെയർ ചെയ്യപ്പെട്ട് പോയത് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് കിട്ടിയത് 1 മില്യൺ അടിച്ച സ്റ്റോറി എൻ്റേതാണ്. ഞാൻ ഷാഫി പറമ്പലിനെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ട് അതിനകത്ത് പറഞ്ഞത്. ഷാഫി പറമ്പിൽ എന്തുകൊണ്ട് ജയിക്കണം, എന്തുകൊണ്ട് ശൈലജ ടീച്ചർ തോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോയിന്റ് ബൈ പോയിന്റ് വെച്ചിട്ട് തുടക്കത്തിൽ തന്നെ ഒരു സാധനം ഇട്ട് 1 മില്യൺ അടിച്ചു. അവന്മാർ പൈസ തന്നോ? ഞാൻ പൈസ ചോദിച്ചോ? ഒന്നുമില്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ള ബന്ധമാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കസിൻ്റെ ചാനലാണ് APC മലയാളം ചാനൽ. അപ്പോൾ ഗോവിന്ദൻകുട്ടി അവൻ്റെ കസിനാണ്. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് ചർച്ചയ്ക്കകത്തിരുന്ന് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഞാനും നമ്മുടെ ഫിറോസ് സാരി മുഹമ്മദും കൂടിയാണ്. അപ്പോൾ ചാനൽ ഡിബേറ്റിൽ പങ്കെടുക്കുന്നവരെ കുറിച്ചാണ് വിഷയം. ആ ഡിബേറ്റിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓരോരുത്തരെ കുറിച്ച് സന്ദീപ് വാര്യർ അന്ന് BJP-യിലാണ്, സന്ദീപ് വാചസ്പതി, B ഗോപാലകൃഷ്ണൻ, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ, BRM ഷഫീർ, VK സനോജ്, M സ്വരാജ്, ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ചും ഞങ്ങളൊരു വിലയിരുത്തൽ നടത്തുക. അപ്പോൾ ഞാൻ പറഞ്ഞു, രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു കുഴപ്പം പറ്റിപ്പോയി. ഒരു ചർച്ചയ്ക്കകത്ത് B ഗോപാലകൃഷ്ണൻ്റെ കൂടെ BJP-യുടെ B ഗോപാലകൃഷ്ണൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പുള്ളിയെ ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്ന് വിളിച്ചു. പൊതുവെ പുള്ളിക്ക് എങ്ങനെ പേര് വന്നതെന്ന് എനിക്കറിയത്തില്ല, അതിൻ്റെ ഐതിഹ്യം. ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്ന് വിളിച്ചു. അപ്പോൾ പുള്ളി തിരിച്ചു പറഞ്ഞു, നിങ്ങളൊരു കോഴിയാണെന്നുള്ളത് എല്ലാവരും പറഞ്ഞു, എനിക്കും അറിയാം, നിങ്ങളെ ഞാൻ കോഴിയെന്നും വിളിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഫിറോസേ, എനിക്കും ഫിറോസിനും ഒക്കെ അറിയാം,
രാഹുൽ കോഴിയാണെന്നുള്ളത് അത്യാവശ്യം എല്ലാവർക്കും അറിയാം, എല്ലാ ആൾക്കാർക്കും അറിയാം. സിബിക്ക് അറിയുമെന്ന് എനിക്കറിയത്തില്ല, അത്യാവശ്യം എല്ലാവർക്കും അറിയാം. പിന്നെ മാധ്യമരംഗത്തുള്ളവർക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്കും ഒക്കെ അറിയാം തനി കോഴിയാണെന്നറിയാം. പക്ഷേ ഇത് കോഴിയാണെന്നുള്ളത് കുറച്ച് പേർക്ക് നാട്ടുകാർക്ക് അറിയത്തില്ലായിരുന്നു. ഈ കൊട്ടകമെന്ന് വിളിക്കാൻ പോയതുകൊണ്ട് നാട്ടുകാർ മുഴുവൻ ഇപ്പോൾ രാഹുൽ കോഴിയാണെന്നുള്ളത് മനസ്സിലാക്കിയല്ലോ എന്ന് പറഞ്ഞു. കോഴിത്തരമുണ്ട് നല്ലോണം കയ്യിൽ. ഇതൊക്കെ നമ്മളെ കൊണ്ട് ഇപ്പം ഈ അടിവസ്ത്രത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞോടൊപ്പം ഞാൻ അത് പറയുന്നത്, ഇല്ലെങ്കിൽ ഞാനൊന്നും പറയാൻ കരുതിയിട്ടില്ല. അന്ന് അവസാനിപ്പിച്ച പിറ്റേന്ന് രാഹുൽ എന്നെ വിളിക്കുന്നു. ഞാൻ രാഹുൽ മാങ്കുട്ടത്തിൽ രാജേട്ടനല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് വിളിച്ച് ഞങ്ങൾ തമ്മിൽ പിന്നീട് നല്ലൊരു ബന്ധത്തിലേക്ക് പോന്നു. ആ സൗഹൃദത്തിൽ തുടരുന്നു. അത് 2 വർഷം ആയില്ല, 3 വർഷമായി ഇപ്പോൾ ആ സൗഹൃദത്തിൽ തുടരുന്നു. അപ്പോൾ ഇടയ്ക്ക് വിളിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കും. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ചൊരു ഇത് വന്നപ്പം, ഒരു വിഷയം വന്നപ്പം, പാലക്കാട് മത്സരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ ചെറിയ ഒരു ക്ലാഷ് ഉണ്ടായി. അപ്പം എന്നോട് പറഞ്ഞു, നിങ്ങൾ എനിക്കെതിരെ ഒരു സ്റ്റോറി ചെയ്തല്ലോ, പിന്നെ രാഹുലിൻ്റെ ചില കാര്യങ്ങൾക്കകത്ത് യൂത്ത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ നടത്തിയിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ പ്ലാറ്റ്ഫോമിൽ സ്റ്റോറി ചെയ്തിരുന്നു 2024. അപ്പം ഞാനത് ചെയ്ത് കഴിഞ്ഞപ്പോൾ രാഹുൽ എന്നെ പിറ്റേന്ന് വിളിച്ചിട്ട് ആദ്യം പറഞ്ഞു, നിങ്ങളെ സ്റ്റോറി ഇങ്ങനെ കണ്ടു പിന്നെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, രാവിലെ അത് പറഞ്ഞു, പിന്നെ അല്ല കുറവ് ഇങ്ങനെ ഷാർപ്പായി. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ പേഴ്സണൽ പേജിനകത്ത് ഇട്ടതാണല്ലോ, മറ്റ് ചാനലുകളിൽ പോകുന്നതല്ല. ആ സമയത്ത് ഞാൻ മദ്യപിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ 2 കഴിച്ചിട്ടൂടെ ചെയ്തുകൊണ്ടായിരിക്കും ഷാർപ്പായത്, വിട്ടേക്ക്, പിന്നെ ഞാൻ റെക്ടിഫൈ ചെയ്തോളാം എന്ന് പറഞ്ഞു. അല്ല, ഞാൻ കണ്ടപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, പിന്നെ നിങ്ങളെ കുറേ വോയിസും നിങ്ങളെ മെസ്സേജും ഒക്കെ എൻ്റെ അടുത്ത് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ എവിടെ എത്തി? ത്രെട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ ഇപ്പോഴും പറയുന്നു ഉത്തരവാദിത്തത്തിലൂടെ, രാഹുലും ഷാഫി എൻ്റെ ഈ സ്റ്റോറി കേൾക്കുന്നുള്ളത് കുറച്ചാണ് എനിക്ക് ഉറപ്പുണ്ട്. അവരെ പിടിയാളുകളും കേൾക്കുമല്ലോ, അവരെ കൂടെ ഇരിക്കുന്നവനും മറ്റുള്ളവരും മറിച്ചവനും ഒക്കെ. വേറെ ചെറുപ്പക്കാരുണ്ട് കാസർഗോഡ് എന്നുള്ള, അവൻ്റെ പേര് ഇപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. നിയമസഭയിലൊക്കെ ഇപ്പോൾ സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ട് അവൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പറാ. അപ്പോൾ അതുകൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. രക്ഷപ്പെട്ടു പോവുകയാണെങ്കിൽ രക്ഷപ്പെട്ടു പോട്ടെ. നമ്മളത് വല്ലാതെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ വന്നാൽ അവർ നമ്മളെ അല്ലാതെ പറഞ്ഞോട്ടെ. ഇത് അടിവസ്ത്രത്തിലോട്ടൊക്കെ പോകാന്ന് പറഞ്ഞാൽ എവിടെ എത്തി ഇവന്മാർ? അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് കോഴി എന്ന് പറയേണ്ടി വന്നത്. പിന്നെ ഇവന്മാരെ കഥ അങ്ങനെ ചകഞ്ഞെടുക്കാൻ നിന്ന ഒരുപാടുണ്ട്. 2 പേരും പേരടിക്കത്തില്ലേ? നമുക്കിപ്പോൾ ഇതൊക്കെ എന്താ അറിയാത്ത കാര്യമൊന്നുമല്ലല്ലോ. അവർ ഞാൻ കള്ളു കുടിക്കും, കള്ളു കുടിച്ചിരുന്നു, നാളെയും കുടിക്കാൻ തോന്നിയാൽ കുടിക്കും. ഇപ്പോൾ തൽക്കാലം നിർത്തിയിരിക്കുന്നു. നാളെ കുടിക്കാൻ തോന്നിയാൽ എനിക്ക് ഞാൻ കുടിക്കും. അതിൻ്റെ പൈസയ്ക്ക് കുടിക്കും, നേരിടുന്ന സംവിധാനം ഇവിടെ ഉണ്ട്. എന്നാലും ഇവരെ പോലെ രാത്രി തലയും മുണ്ടിട്ട് എവിടെയും പോയി ഇരുന്നിട്ട് ബിയറടിക്കേണ്ട പരിപാടിയൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ ചെയ്യാറുണ്ടെങ്കിൽ ചെയ്യാറുണ്ടെന്ന് തന്നെ പറയും. ഞാൻ പറയാൻ വന്നൊരു കാര്യം, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇതുണ്ടെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ അയച്ച വോയിസ് ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു, രാജേട്ടൻ അയച്ച വോയിസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ത്രെട്ടുണ്ട്, ഒരു ബ്ലാക്ക് മെയിലിംഗ് ആണല്ലോ. ഞാൻ പറഞ്ഞ വോയിസ് ഞാനിപ്പോഴും പറയുന്നു, വോയിസ് അവരിട്ടോട്ടെ, അല്ലെങ്കിൽ അവർക്ക് നേരിട്ടിടാൻ നാണക്കേടാണെന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് ഇടിപ്പിക്കട്ടെ. വേണ്ട, അവർക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ തന്നെ ഇട്ടോളാവുന്നേ, എറിയാവുന്നേ. ഞാൻ എന്തായാലും പിന്നെ എനിക്കതിനകത്ത് യാതൊരു മടിയില്ല. എനിക്കങ്ങനെ നമ്മളിങ്ങനെ ചർച്ച ഒരുപാട് വ്യതിരിച്ചു പോകുന്നു. അല്ല, എന്നിട്ടൊരു കാര്യം കൂടെ പറയാനുണ്ട് സിബി, എനിക്ക് അത്രയും വിഷമമുണ്ടായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ പ്ലാറ്റ്ഫോമിൽ ദുരുപയോഗപ്പെടുത്തുക എന്നുള്ളത് തെറ്റിദ്ധരിക്കരുത്. കാരണം ഇവിടെ ചെയ്ത സ്റ്റോറിയുടെ പേരിലാണല്ലോ ഈ അറ്റാക്ക് ഉണ്ടായത്. എന്നിട്ട് പോലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പം ഞാൻ രാഹുലിനോട് പറഞ്ഞു, രാവിലെ പിന്നെ ഒന്ന് വീട്ടിലെപ്പോഴും പോകുന്നില്ല, അമ്മയ്ക്ക് അവിടെ ഒറ്റയ്ക്കാണ്. തിരുവനന്തപുരത്ത് ഈ പിന്നെ യുവജന സംഘടനയുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെയും പോകണം. പാലക്കാട് നിയമസഭാ മണ്ഡലം ശ്രദ്ധിക്കുക. ഏറ്റവും നന്നാകുക, ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് ആറന്മുളയിൽ നിൽക്കുന്നതല്ലേ, അടുത്ത പ്രാവശ്യം ആറന്മുള പിടിച്ചെടുക്കാൻ പറ്റുമല്ലോ എന്നുള്ളത് ഞാൻ പറയാൻ വരെ ചെയ്തു. എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തെറ്റ് കാണുമ്പോൾ പറയുന്നു എന്നല്ലാതെ ശത്രുതയോ വൈരനിരാധന ബുദ്ധിയോ ഒന്നുമില്ല. നമ്മളവരെ വെൽവിഷേഴ്സ് ആയിട്ടാണ് ഇന്നലെ ഈ സാധനം കാണുന്നിടം വരെ നിന്നത്. നാളെ എങ്ങനെ നിൽക്കണം എന്നുള്ളതൊക്കെ ഞാൻ വേറെ ആലോചിക്കുക, അത് വേറെ കാര്യം. അതുവരെ പറഞ്ഞതാ. ആ ഇലക്ഷനിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തു. ഇവരുടെ പൈസ മേടിച്ചിട്ടാണോ? അല്ല. നമ്മളിപ്പോൾ ഈ 2-3 ആഴ്ച മുമ്പല്ലേ സിബിയുടെ ഈ പ്ലാറ്റ്ഫോമിൽ സിബി കൂടെ നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഷാഫി ഒരു മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യത. നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു വെച്ചപ്പോൾ വളരെ പോസിറ്റീവായിട്ടല്ലേ ചെയ്തേ. 1 രൂപ മേടിച്ചോ? ഞാൻ മേടിച്ചിട്ടില്ല. സിബി മേടിച്ചോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറയാ, നമ്മൾ അങ്ങനെ വരെ പറഞ്ഞു. അതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇമാർ തോന്നിയാസം കാണിച്ചുകൊണ്ടല്ലേ അവിടെ പോയിട്ട് റീൽസ് എടുത്തുന്നത്. റീൽസ് എടുക്കുക എല്ലാ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ള ഒരു കാര്യം ഉണ്ടാവണം. പിന്നെ നമ്മളൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുമ്പം പൈസ മേടിച്ചിട്ട് ഒരാൾക്കും എതിരായിട്ട് ചെയ്യാനോ പൊക്കി പറയാനോ നമ്മൾ പോയിട്ടില്ല എന്ന് വരെ ജീവിതത്തിൽ. പിന്നെ ചിലപ്പം ചില സൗഹൃദങ്ങളുണ്ടെങ്കിൽ വിമർശനത്തിൻ്റെ രൂക്ഷതയിൽ ചിലപ്പം കണ്ടില്ലെന്നടിക്കും, ഒന്ന് മയപ്പെട്ട് പോകുമെന്നുള്ളത്. ഇപ്പം ഞാൻ റോഡരികിൽ ആരെങ്കിലും വേസ്റ്റ് ഇടുന്ന കണ്ട സിബി സ്വാഭാവികമായിട്ടും മൊബൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീഡിയോ എടുക്കും അല്ലേ? അതേസമയം ഞാൻ ഇടുന്നതെന്ന് കണ്ട സിബി വീഡിയോ എടുക്കത്തില്ല. മറ്റേ വീഡിയോ എടുത്ത് കാരണം സ്വാമിക വിരുദ്ധ പ്രവർത്തനമാണ്. സിബി അടുത്ത് വന്നിട്ട് പറയും, രാജൻ ഭായി ചെയ്യുന്നത് തെറ്റാണ്, പിന്നെ നിങ്ങൾക്ക് കൊണ്ടേ കളയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ കൊണ്ടേ കളഞ്ഞോളൂ, പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് ശുദ്ധ പോക്കിത്തരാന്ന് പറയില്ലേ? അത്രേ ഉള്ളൂ. വീഡിയോ എടുക്കത്തില്ല. അതായത് ഞാനായതുകൊണ്ട് വീഡിയോ എടുക്കത്തില്ല. അപ്പോൾ ആ രീതിയിൽ ചിലർക്കെതിരെ ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ കണ്ടില്ലെന്ന് നടിച്ച് നമ്മളെ ബന്ധമൊക്കെ വെച്ചിട്ട് ഒന്ന് ഒഴിവാക്കി വിടുമെന്നല്ലാതെ നമ്മൾ പറയുമ്പോൾ എന്തായാലും പൈസ മേടിച്ചിട്ടുമല്ല, പൈസ മേടിച്ചിട്ട് പറയാതിരിക്കത്തുമില്ല എന്നുള്ളതാണ് നമ്മളെ നിങ്ങളെ പിന്നെ രീതി അത് തന്നെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ഇവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധ്യം വേണം. ഇവർക്ക് ഇവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധ്യം വേണമെന്ന് പറയാൻ കാരണം ഇപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ആർക്കും ഇതൊക്കെ ചെയ്യാം. ഇപ്പം ആളുകൾ ചെയ്യേണ്ട യുവജന സംഘടന എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്തമുണ്ട്. മോഹൻലാലിൻ്റെ സ്ത്രീ വിഷയത്തെക്കുറിച്ച് പറഞ്ഞാൽ മോഹൻലാലിനും പരാതിയില്ല, നാട്ടുകാർക്കും
എല്ലാവർക്കും അറിയാം, ആർക്കും ആ നാട്ടുകാർക്കും പരാതിയില്ല. 5000 ക്ലബിലും കണ്ടെത്തിയെന്നൊക്കെ കേൾക്കുന്നതൊക്കെ. പക്ഷേ ഗണേഷ് കുമാറിൻ്റെ എങ്ങനെയാണ് പ്രശ്നമാകുന്നത്? ഗണേഷ് കുമാറിൻ്റെ നമ്മുടെയും കൂടെ വിഷയമാണ്. കാരണം മന്ത്രിമന്ദിരത്തിലായിരുന്നു, അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ വരുമ്പം അത് പിന്നെ ജനങ്ങളുടെ പിന്നെ ഒരു പൊതുപ്രവർത്തകനെ കുറിച്ച് നമുക്കുള്ള കൺസെപ്റ്റ് വേറെ, എല്ലാവർക്കും വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാകുമ്പോൾ നമ്മുടെ വിഷയത്തിൽ ഒരുപാട് വ്യതിചലിച്ചു പോകുന്നു. ഓക്കെ. പിന്നെ തിരിച്ചു വരുമ്പോൾ ഇതിനകത്തെന്ന് വെച്ചാൽ ഇവരുടെ പ്രവർത്തനം പെർഫോമൻസ് വോട്ടിങ്ങിന് വിധേയമാവണം. കാരണം ഈ പ്രതിപക്ഷ സംഘടനകളുടെ ദുർബലതയാണ് ഗവൺമെൻറ് മുതലെടുക്കുന്നത്. സർക്കാരിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ള അവസ്ഥ വരിക. ഏറ്റവും വലിയ പ്രതിപക്ഷ യുവജന സംഘടന ഏതാ? യൂത്ത് കോൺഗ്രസ് ആണ്. യുവമോർച്ചയും യൂത്ത് ലീഗോ ഒക്കെ അത്രയില്ലല്ലോ. അപ്പോൾ അത്രയില്ലാത്ത അവർ രംഗത്തിറങ്ങാൻ തയ്യാറായി. ഇവർ വേണ്ടത് എന്താ? യൂത്ത് കോൺഗ്രസ് മാത്രമായിട്ടല്ല, UDYF എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. വെറുതെ ഒരു പേരിന് മാത്രമുള്ള സംവിധാനങ്ങളാണ്. പക്ഷെ അതിനകത്ത് പിന്നെ യൂത്ത് ലീഗുകാരെ കൂട്ടിയിട്ട് യൂത്ത് ലീഗ് ഉണ്ട് വരാമല്ലോ. DYFI പ്രതിപക്ഷത്താണെങ്കിൽ ഈ ആശുപത്രി തകർന്ന വിഷയം എങ്ങനെയായിരിക്കും? ഇപ്പം നിൽക്കുന്ന പോലെ നിൽക്കത്തില്ല. അത് മാത്രമല്ല, ഒരു പക്ഷേ സർക്കാരിന് ഇവരുടെ കുടുംബത്തിനുള്ള ആനുകൂല്യങ്ങൾ ഇപ്പോഴേ പ്രഖ്യാപിപ്പിക്കാൻ പറ്റുമായിരുന്നു. ഇനിയിപ്പോൾ സർക്കാർ ചെയ്യും, സർക്കാർ തീരുമാനം എടുക്കും, സർക്കാർ ചെയ്യും. പക്ഷേ പ്രതിപക്ഷ സംഘടന സമരം നടത്തിച്ച് സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി ചെയ്യിപ്പിച്ചു എന്ന് വരുത്താനുള്ള ഒരു അവസരം പോലും ഇവരില്ലാതാക്കുക. ഇവർ ഒരു കാര്യത്തിനകത്ത് ഏതെങ്കിലും വിഷയത്തിനകത്തുണ്ടോ? ഇപ്പോൾ പാഠപുസ്തകങ്ങളുടെ വിഷയം വരുന്നു, ബാക്കിയുള്ള വിഷയങ്ങൾ വരുന്നു, ഏതെങ്കിലും പ്രശ്നങ്ങളിൽ ഇപ്പോൾ ആരോഗ്യ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഹോസ്പിറ്റലിലും നടക്കുന്ന ഒരു ഇൻസ്പെക്ഷൻ നടത്താം ഇവർക്ക്, എല്ലാ സ്ഥലത്തും ഉള്ള ഹോസ്പിറ്റലുകളിൽ. അവിടുത്തെ വീഡിയോ എടുക്കാം. ഈ ഹോസ്പിറ്റലിൻ്റെ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഇവിടെ ചോർച്ചയുണ്ട്, ഇവിടെ പിന്നെ കുഴപ്പങ്ങളുണ്ട്, ഇവിടെ ബെഡില്ല. ഇവരുടെ റീൽസ് ഇടുന്നതിന് പകരം അതാ എടുത്തിടേണ്ടത്. അതാണ് സംഘടനാ പ്രവർത്തനം. നമ്മളുടെ സ്വന്തം ഇമേജ് ഉണ്ടാക്കുക എന്നല്ല, പാർട്ടിയുടെ ഇമേജ് വളർത്തുക എന്നുള്ളതായിരിക്കണം ഓരോ പാർട്ടിയിലെയും ഓരോ സംഘടനാ പ്രവർത്തകൻ്റെയും ഉത്തരവാദിത്വം. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടോ ഇല്ലയോ എന്ന് സംശയം തോന്നിപ്പോകുന്ന രീതിയിലാണ്. സമരമൊക്കെ നടക്കുന്നുണ്ട്, അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും ലാത്തി ചാർജും അറസ്റ്റ് ചെയ്യലൊക്കെ ഉണ്ടായി. മറുവശത്ത് UDF ഭരിക്കുകയും അന്നൊരു സ്ഥിതിയാണെങ്കിൽ DYFI കേരളത്തെ ഇങ്ങനെ കത്തിച്ച് നിർത്തിയാനിപ്പോൾ.